സബ് അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, പ്രോമിസറി നോട്ട് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ എന്താണ് എൻഡോഴ്സ്മെന്റ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റുകളുടെ എൻഡോഴ്സ്മെന്റുകളെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. എന്താണ് എൻഡോഴ്സ്മെന്റ്, അതിന്റെ എന്തെല്ലാം ടൈപ്പിലുള്ള എൻഡോഴ്സ്മെന്റുകളാണുള്ളത്, അതിന്റെ ഉദാഹരണങ്ങളടക്കം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് അറിയാം, പലപ്പോഴും അല്ല എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവാതിരിക്കാറില്ല. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അത് സിമ്പിൾ ആണ്, അത് നമ്മളൊന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകാം. എൻഡോഴ്സ്മെന്റ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. എൻഡോഴ്സ്മെന്റ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡാണ്. ആ ലാറ്റിൻ വേർഡായ ഇൻഡോഴ്സത്തിൽ നിന്നാണ് എൻഡോഴ്സ്മെന്റ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബാക്ക് എന്നാണ്, പുറകിൽ എന്ന അർത്ഥം വരുന്ന ഇൻഡോഴ്സം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എൻഡോഴ്സ്മെന്റ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. An endorsement is an amendment or special clause to a document or contract and authorizing signature or public declaration of support. അതായത് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്പെഷ്യൽ കോൺട്രാക്ട് ആണ്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആണ്. അതൊരു സ്പെഷ്യൽ ക്ലോസ്, ഒരു കോൺട്രാക്റ്റിലുള്ള ഒരു ക്ലോസ് ആണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അത് വേറൊന്നുമില്ല. അതില് നമ്മൾ ഒരു സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് എൻഡോഴ്സ് നമ്മളുടേതായ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ ഒരു സിഗ്നേച്ചർ മുഖേന വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് ആണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. The word endorsement is derived from the Latin word endorsum, which means on the back. ഈ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടില് എന്തിന് സെക്ഷൻ 15 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 15 എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ നേരത്തെ പറഞ്ഞ ഇൻഡോഴ്സം എന്ന് പറയുന്നതും. അതുപോലെ എൻഡോഴ്സ്മെന്റ് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ ഏത് സെക്ഷനിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ചോദിക്കാറുണ്ട്. അത് സെക്ഷൻ 15 ആണ്. NI ആക്ടിലെ സെക്ഷൻ 15 എൻഡോഴ്സ്മെന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Where the maker or holder of a negotiable instrument signs the same otherwise than as such maker for the purpose of negotiation on the back or face thereof, or any slip of paper annexed thereto, or so signs for the same purpose a stamped paper intended to the completed as a negotiation instrument, he is said to endorse the same and is called the endorser. അതായത് എൻഡോഴ്സ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാല്, നമ്മൾ നേരത്തെ എൻഡോഴ്സ്മെന്റിന്റെ മീനിങ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡായ ഇൻഡോഴ്സത്തിൽ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞു. ഇൻഡോഴ്സത്തിന്റെ അർത്ഥം ബാക്ക് എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ് ബാക്കിലാണ് ഇത് എഴുതുന്നത് എന്നാണ്. എന്നാൽ സാധാരണഗതിയിൽ അത് ബാക്കിലാണ്, ഇൻസ്ട്രുമെന്റിന്റെ ബാക്കിലായിട്ടാണ് എഴുതി പോകുന്നതെങ്കിലും ഇതിന്റെ ഒരു മീനിങ് പ്രകാരം അല്ലെങ്കിൽ ഡെഫിനിഷൻ പ്രകാരം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ബാക്കിലോ അല്ലെങ്കിൽ അതിന്റെ ഫേസിലോ മുഖത്തോ അല്ലെങ്കിൽ എന്താണ് ഒരു പേപ്പർ അഡീഷണൽ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടോ ആണ് എൻഡോഴ്സ്മെന്റുകൾ നടത്തുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു ഇൻസ്ട്രുമെന്റില് എൻഡോഴ്സ് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് എൻഡോഴ്സർ. എൻഡോഴ്സ് ചെയ്യുന്ന ആളെ പറയുന്ന പേരെന്താണ്? എൻഡോഴ്സർ. അപ്പൊ ഡെഫിനേഷൻ നന്നായിട്ട് നോക്കി വെക്കാം. Where the maker or holder of a negotiable instrument signs the same otherwise than as such maker for purpose of negotiation on the back of the face thereof, or on a slip of paper annexed thereto, or so signs for the same purpose a stamped paper intended to be completed as a negotiable instrument, he is said to endorse the same and is called the endorser. ഇനി എൻഡോഴ്സ്മെന്റിൽ എത്ര പാർട്ടികൾ ഉണ്ട് നോക്കാം. എൻഡോഴ്സ്മെന്റിൽ എത്ര പാർട്ടികൾ ഉണ്ടെന്ന് നോക്കാം. 2 പാർട്ടികളാണ് എൻഡോഴ്സ്മെന്റിലുള്ളത്. ഒന്ന് എൻഡോഴ്സറും രണ്ടാമത് എൻഡോഴ്സിയും. എന്താണ്? 2 പാർട്ടികളാണ് എൻഡോഴ്സ്മെന്റിലുള്ളത്. ഒന്നാമത്തെ വ്യക്തി എൻഡോഴ്സറും രണ്ടാമത്തെ വ്യക്തി എൻഡോഴ്സിയും.
ദ പേഴ്സൺ ഹു എൻഡോഴ്സസ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് കോൾഡ് എൻഡോഴ്സർ. ആരാണ് ഒരു ഇൻസ്ട്രുമെന്റിനെ എൻഡോഴ്സ് ചെയ്യുന്നത്, അദ്ദേഹത്തെയാണ് എൻഡോഴ്സർ എന്ന് പറയുന്നത്. അതായത് ആരാണ് എൻഡോഴ്സ് ചെയ്യുന്നത്, ആ വ്യക്തിയാണ് എൻഡോഴ്സർ. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, ഞാൻ അത് വേറൊരാൾക്ക് എ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനാണ് എൻഡോഴ്സർ, ബി എന്ന വ്യക്തി എൻഡോഴ്സിയാണ്. ദ പേഴ്സൺ ടു ഹൂം എൻഡോഴ്സ്മെന്റ് ഈസ് മെയ്ഡ് ഈസ് എൻഡോഴ്സി. ആർക്ക് വേണ്ടിയിട്ടാണ് എൻഡോഴ്സ്മെന്റ് ചെയ്യുന്നത്, ആ വ്യക്തിയാണ് എൻഡോഴ്സി എന്ന് പറയുന്നത്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾക്ക് പലപ്പോഴും എൻഡോഴ്സർ ആണ്, എൻഡോഴ്സി ഏതെന്നുള്ളത് കൺഫ്യൂഷൻ വരും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആരുടെ കൈവശമാണ് ആ ഇൻസ്ട്രുമെന്റ് ഉള്ളത്, ആ ഇൻസ്ട്രുമെന്റ് ആ ഉള്ള ആള് വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ആ ഇൻസ്ട്രുമെന്റ് കൈവശം ഇരിക്കുന്ന ആളാണ് എൻഡോഴ്സർ എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ആരുടെ പേരിലേക്കാണത് എൻഡോഴ്സ് ചെയ്യപ്പെടുന്നത്, ആ വ്യക്തിയെയാണ് എൻഡോഴ്സി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് എയുടെ കയ്യിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിക്ക് കൈമാറുകയാണെങ്കിൽ ആ എ എന്ന് പറയുന്ന വ്യക്തി എൻഡോഴ്സറും ബി എന്ന് പറയുന്ന വ്യക്തി എൻഡോഴ്സിയുമായിരിക്കും. ഇത് മനസ്സിലാക്കി പഠിക്കണം. ആരുടെ പേരിലേക്കാണ് എൻഡോഴ്സ് ചെയ്യപ്പെടുന്നത്, ആ വ്യക്തി. ആർക്ക് വേണ്ടിയാണ് എൻഡോഴ്സ്മെന്റ് നടത്തപ്പെടുന്നത്, ആ വ്യക്തി. അതാണ് എൻഡോഴ്സി എന്ന് പറയുന്നത്. ആരാണോ എൻഡോഴ്സ്മെന്റ് നടത്തുന്നത്, ആ വ്യക്തിയാണ് എൻഡോഴ്സർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് ഒരിക്കലും മാറരുത്, കാര്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക. If a separate slip of paper is attached for endorsement, that paper is called an allonge. A negotiable instrument can be transferred infinitum, can be transferred any number of times till its payment. നമ്മൾ നേരത്തെ പറഞ്ഞു എൻഡോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കിൽ എഴുതാം, ഫേസിൽ എഴുതാം, ഒരു അഡീഷണൽ പേപ്പർ ആഡ് ചെയ്യാമെന്ന് അതിന്റെ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ പറഞ്ഞു. അഡീഷണൽ പേപ്പറിനെ പറയുന്ന പേരാണ് അലോഞ്ച്. എന്താണ്, എൻഡോഴ്സ്മെന്റിന് വേണ്ടി നമ്മൾ ഒരു അഡീഷണൽ പേപ്പർ അറ്റാച്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് അലോഞ്ച്. If a separate slip of paper is attached for endorsement, that paper is called an allonge. A negotiable instrument can be ട്രാൻസ്ഫേർഡ് ഇൻഫിനിറ്റം. അതായത് എത്ര സമയം, എത്ര ഇൻഫിനിറ്റി ടൈമിൽ, അത് ലിമിറ്റ് ഇല്ല. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ലിമിറ്റ് ഇല്ല, നോ ലിമിറ്റ്. എൻഡോഴ്സ്മെന്റ് എത്ര തവണ നടത്താം, എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നതിന് ലിമിറ്റ് ഇല്ല, നോ ലിമിറ്റ് ആണ്. അത് എത്ര സമയം വേണമെങ്കിലും നടത്താം, അത് പേയ്മെന്റ് നടത്തുന്നത് വരെ എത്ര ടൈം വേണമെങ്കിലും എൻഡോഴ്സ്മെന്റുകൾ നടത്താം. അതായത് ഇപ്പൊ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഞാൻ എന്റെ കയ്യിലുണ്ട്, ഞാനത് മറ്റൊരാൾക്ക് ബിക്ക് കൈമാറുന്നു. ബി വേണമെങ്കിൽ അത് സിക്ക് കൈമാറാം, സിക്ക് വേണമെങ്കിൽ ഡിക്ക് കൈമാറാം. അങ്ങനെ എത്ര ഇൻഫിനിറ്റി ടൈമിൽ, നോൺ ലിമിറ്റഡ്, എത്ര ടൈം വേണമെങ്കിലും മാറ്റാം. എത്ര സമയം വരെ, ആ പേയ്മെന്റ് നടത്തുന്നത് വരെ. ആ പേയ്മെന്റ് നടത്തി കഴിഞ്ഞ പിന്നെ കൈമാറേണ്ട ആവശ്യമില്ലല്ലോ, പേയ്മെന്റ് കഴിഞ്ഞു, ആയ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ കാലാവധി കഴിഞ്ഞു, അത് അവസാനിച്ചത്. അതുവരെ എത്ര ടൈം വേണമെങ്കിലും കൈമാറാം. സിഗ്നിഫിക്കൻസ് ഓഫ് എൻഡോഴ്സ്മെന്റ് ഇൻ ബാങ്കിങ് ലോ. അതായത് എന്താണ് ഒരു ബാങ്കിങ് ലോ പ്രകാരം, ബാങ്കിന്റെ നിയമപ്രകാരം എൻഡോഴ്സ്മെന്റിന്റെ സിഗ്നിഫിക്കൻസുകൾ നോക്കാം. സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എൻഡോഴ്സ്മെന്റുകൾ ചെയ്യുമ്പോഴും ആ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ എൻഡോഴ്സ് ചെയ്യുന്ന എൻഡോഴ്സിക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ച് പല അർത്ഥങ്ങളും അർത്ഥതലങ്ങളും ഉണ്ടാവും. ആ അർത്ഥതലങ്ങളെയാണ് നമ്മൾ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ചുള്ള അതിന്റെ മീനിങ്ങുകളെയാണ് നമ്മൾ എന്താ പറയാ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. A bank endorsement is its promise that the institution will honor a check or other negotiable instrument received from a customer. അതായത് ഒരു ബാങ്കില് എന്താ പറയാ, ഒരു കസ്റ്റമറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചെക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ചെക്ക് അല്ലെങ്കിൽ എനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുമ്പോൾ ഈ സ്ഥാപനം, അതായത് ഈ സ്ഥാപനം പ്രോമിസ് ചെയ്യണം, സ്ഥാപനം ഇത് ഈ ഉപകരണങ്ങളിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നുള്ള ഒരു വാഗ്ദാനമാണ് ഇവിടെ പറയുന്നത്. എന്താണ്, ഒരു ബാങ്ക് എന്ന് പറയുന്നത് പ്രോമിസ് ചെയ്തിരിക്കുന്നു, ബാങ്ക് ഒരു അംഗീകാരം കൊടുത്തിരിക്കുന്നു ഈ ഇൻസ്ട്രുമെന്റുകളുടെ എന്താ പറയാ, ഈ ഇൻസ്ട്രുമെന്റുകളുടെ എന്തെല്ലാം വാഗ്ദാനങ്ങളുണ്ട് അത് പാലിക്കാമെന്ന് ഒരു ബാങ്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. ബാങ്ക് എൻഡോഴ്സ്മെന്റ് ഈസ് ഇറ്റ്സ് പ്രോമിസ് ദാറ്റ് ദ
ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ഓണർ എ ചെക്ക് ഓർ അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് റിസീവ്ഡ് ഫ്രം ദ കസ്റ്റമർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ആരാണ് എൻഡോഴ്സ് ചെയ്യുന്നത്? ബാങ്ക് ആണ് എൻഡോഴ്സ് ചെയ്യുന്നത്. ബാങ്ക് എൻഡോഴ്സ് ചെയ്യുമ്പോൾ ബാങ്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും ഏൽക്കാമെന്നുള്ള ഒരു വാഗ്ദാനമാണ്. അതാണ് ബാങ്ക് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്, ഇതില് അർത്ഥമാക്കുന്നത്. A third party can feel comfortable that the bank will back the writer of the check or instrument if the individual or entity can't make payment. അതായത് അടുത്തത് ഞാൻ പറയുന്നത് ഇതിൽ അടുത്തത് ഇത് രണ്ടും ഈ പറയുന്ന കാര്യങ്ങളാണ് ബാങ്കിന്റെ നിയമപ്രകാരം ബാങ്ക് എൻഡോഴ്സ് ചെയ്യുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഇതിൽ എന്താണ്, ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനോ പേയ്മെന്റ് നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ എന്താണ്, ബാങ്ക് അവരുടെ മൂന്നാം പാർട്ടി ആയിട്ട് അതിനെ കംഫർട്ട് സോണിലേക്ക് എത്തിക്കാമെന്ന് പറയുന്നതാണ് ഈ പറയുന്ന രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. എന്താണ്, ബാങ്ക് അതിനെ പിന്തുണയ്ക്കാമെന്ന് പറയുന്നത്, തേർഡ് പാർട്ടി എന്ന നിലയ്ക്ക് ബാങ്ക് അതിനെ പിന്തുണയ്ക്കാമെന്ന് പറയുന്നതാണ് ഇതിലെ രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് കേസും ബാങ്കിന്റെ നിയമം അനുസരിച്ച് ബാങ്ക് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഈ രണ്ടിലും പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനിയുള്ള സിഗ്നിഫിക്കൻസ് കൊണ്ട് നോക്കാം. എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ബാങ്ക് മാത്രമല്ല നടത്തുന്നത്. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. The endorser transfers all his rights, interest and title of the instrument to the endorsee. Endorser ആരാണ്? എൻഡോഴ്സർ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റിനെ വേറൊരാൾക്ക് എഴുതി കൈമാറ്റം ചെയ്ത് കൊടുക്കുന്ന വ്യക്തിയാണ് എൻഡോഴ്സർ. ആ എൻഡോഴ്സർ ആളുടെ എല്ലാ റൈറ്റുകളും എല്ലാ താല്പര്യങ്ങളും അതിന്റെ ഇൻസ്ട്രുമെന്റ് എല്ലാ ടൈറ്റിലുകളും എൻഡോഴ്സിക്ക് കൈമാറുന്നു. അടുത്തത് എന്താണ്, the endorser certifies to the endorsee the genuineness of the instrument. അതായത് ഓരോ എൻഡോഴ്സ്മെന്റുകൾ ചെയ്യുമ്പോൾ, അപ്പൊ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ബാങ്ക് എൻഡോഴ്സ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് അതിൻ്റെതായ റൈറ്റുകൾ അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞ് ബാങ്ക് ഉറപ്പ് നൽകുന്നു. ഇനി എന്താണ് എൻഡോഴ്സർ, ഓരോ വ്യക്തി, ഇപ്പൊ ഞാൻ വേറൊരു വ്യക്തിക്ക് കൊടുക്കാം, അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മളെ എല്ലാ അതിൻ്റെതായ എല്ലാ അവകാശങ്ങളും എല്ലാ താല്പര്യങ്ങളും എല്ലാ ടൈറ്റിലുകളും ആ ഇൻസ്ട്രുമെന്റിന്റെ എൻഡോഴ്സിക്ക് കൈമാറുന്നു. അടുത്തെന്താണ് പറയുന്നത്, ഒരു ജെന്യുവിൻ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. വെറുതെ നമ്മൊരാൾക്ക് കൈമാറുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞത് ലീഗലി വാലിഡിറ്റി ഉള്ള ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ അത് എൻഡോഴ്സർ സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിന് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. The endorser guarantees to the endorsee that all previous endorsement are genuine. അതുപോലെ തന്നെ എന്താണ്, എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും എൻഡോഴ്സ് ചെയ്യാം. അപ്പൊ എൻഡോഴ്സി എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ വേറൊരാൾക്ക് അങ്ങനെ 10-12 ആള് പോയി, എത്ര ആള് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് കൊടുക്കുന്ന എൻഡോഴ്സ്മെന്റില് എൻഡോഴ്സർ എന്ന് പറയുന്ന വ്യക്തി അടുത്ത ആൾക്ക് എൻഡോഴ്സ് ചെയ്യുമ്പോൾ ആ എൻഡോഴ്സ്മെന്റ് ജെന്യുവിൻ ആയിരിക്കും. ഗ്യാരണ്ടി കൊടുക്കണം എന്ന് വെച്ചാൽ പ്രീവിയസ് എൻഡോഴ്സ്മെന്റുകൾ എല്ലാം ജെന്യുവിൻ ആണ്, അതുകൊണ്ട് ഇതും ജെന്യുവിൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. The endorser guarantees to the endorsee that all previous endorsements are genuine. The endorser guarantees to the endorsee that his title to the endorsement is free from all defects. അതായത് എൻഡോഴ്സർ ഗ്യാരണ്ടി ചെയ്യുന്ന എൻഡോഴ്സിക്ക് ഇതിന്റെ എല്ലാ ഡിഫക്റ്റുകളിൽ നിന്നും ആളെ ഒഴിവാക്കാമെന്ന്, എല്ലാ എൻഡോഴ്സ്മെന്റിലെ എല്ലാ ഡിഫക്റ്റുകളിൽ നിന്നും ഒഴിവാക്കി കൊടുക്കാമെന്ന് എൻഡോഴ്സർ ഗ്യാരണ്ടി ചെയ്യുന്നു. The endorser agrees to compensate for any loss in case of non-payment of the instrument. Endorser agree ചെയ്യുന്നു എന്താണ്, ഇൻസ്ട്രുമെന്റിലെ പേയ്മെന്റുകൾ നടത്തിയില്ലെങ്കിൽ അതിന്റെ കോമ്പൻസേഷൻ എടുക്കാമെന്ന് എൻഡോഴ്സർ എഗ്രി ചെയ്യുന്നു. ഓരോ കേസുകളിലും വ്യത്യസ്തമായിരിക്കും എൻഡോഴ്സ്മെന്റ്. The endorser confers the right of further negotiation to the endorsee. അതായത് എൻഡോഴ്സർ പറയുന്ന മറ്റുള്ള നെഗോസിയേഷൻ എൻഡോഴ്സിക്ക് ചെയ്യാമെന്നുള്ള അവകാശം കൂടെ എൻഡോഴ്സർ കൺഫേം ചെയ്ത് കൊടുക്കുന്നുണ്ട്. The endorser confers the right of further negotiation to the endorsee. ഇത്രയാണ് നമ്മൾ സിഗ്നിഫിക്കൻസ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കേണ്ടത്. ആദ്യം പറഞ്ഞത് രണ്ട് കേസ് ബാങ്ക് എൻഡോഴ്സ് ചെയ്യുന്നതിനുള്ള സിഗ്നിഫിക്കൻസ്, പിന്നെ സാധാരണ നമ്മൾ എൻഡോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലും ബാങ്ക് എൻഡോഴ്സ് ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ബാങ്ക് എൻഡോഴ്സ് ചെയ്യുമ്പോൾ അതിൽ ബാങ്കിന് ഒരു പ്രത്യേക ഒരു എന്താ പറയാ അവകാശം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബാങ്കിനോട് നമുക്ക് കുറച്ചും കൂടി ട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതാണ് ആദ്യത്തെ രണ്ട് കേസുകളിൽ പറഞ്ഞത്. ഇനി നമുക്ക് ഏതെല്ലാം തരങ്ങളിൽ എൻഡോഴ്സ്മെന്റ് ഉണ്ടെന്ന് നോക്കാം. അതോടുകൂടി നമ്മൾ ഈ എൻഡോഴ്സ്മെന്റ് കഴിയും. കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ്, എൻഡോഴ്സ്മെന്റുകൾ എത്ര തരം ഉണ്ടെന്ന് നോക്കാം. ഓരോന്നിനെ കുറിച്ച് നമുക്ക് പഠിച്ചു തന്നെ പോകാം. ബ്ലാങ്ക് ഓർ ജനറൽ എൻഡോഴ്സ്മെന്റ്. ബ്ലാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിലൊന്നുമില്ല, അല്ലെ, ബ്ലാങ്ക് ആണ്. ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾക്ക് ഈ രണ്ട് പേരുകൾ പഠിക്കാൻ ഈ രണ്ടും നന്നായിട്ട് പഠിച്ചു നോക്കാം.
ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു ചോദിക്കുക. ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റിന്റെ അതർവൈസ് കോൾഡ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക. അപ്പൊ ബ്ലാങ്ക് ഓർ ജനറൽ എൻഡോഴ്സ്മെന്റ്. ജനറൽ എൻഡോഴ്സ്മെന്റിന്റെ വേറൊരു പേരാണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്, അല്ലെങ്കിൽ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റിന്റെ വേറൊരു പേരാണ് ജനറൽ എൻഡോഴ്സ്മെന്റ്. An endorser merely signs his name on the back of the instrument without specifying the name of the person to whom the instrument is endorsed is called blank endorsement. ഇതിൽ വേറെ ഒന്നുമില്ല ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ എൻഡോഴ്സ് ചെയ്യുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നതിൽ ഒരു സൈൻ മാത്രം ഇട്ടുകൊണ്ട് എൻഡോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്. ഒരു സൈൻ മാത്രം ഇട്ടിട്ടുള്ളെങ്കിൽ അതിനെ നമ്മൾ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നു. ഈ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റില് പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് വെച്ചാല് ബ്ലാങ്ക് ആണ്, അതായത് സൈൻ മാത്രം കൊടുക്കുന്നുള്ളൂ. ഒരാൾക്ക് ഓർഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരാളുടെ പേര് എഴുതുന്നില്ല. ആ പേര് എഴുതാത്തത് കൊണ്ട് തന്നെ പിന്നീട് അതിനുള്ള എൻഡോഴ്സ്മെന്റുകൾ എന്ന് പറയുന്നത് എൻഡോഴ്സ്മെന്റ് ചെയ്യണമെന്നില്ല, അതൊരു മിയർ ഡെലിവറി മതി. അതായത് ഉദാഹരണമായിട്ട് ഞാനിപ്പോ ബി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുത്തു, പക്ഷെ ഞാൻ ബി എന്ന പേര് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ വെറുതെ ഞാൻ സൈൻ ചെയ്ത് ബിക്ക് കൊടുത്തു. ബിക്ക് ഇത് വെറുതെ സിക്ക് കൊടുക്കാം, ഡിക്ക് കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. കാരണം അവിടെ എൻഡോഴ്സ് ചെയ്യണ്ട, കാരണം ബിയുടെ പേര് അവിടെ ഇല്ല, ഞാൻ വെറുതെ സൈൻ ചെയ്തിട്ടുള്ളൂ. ആ സൈൻ ചെയ്ത പേപ്പർ വേറെ ആൾക്കും കൊടുക്കാം. ഇതിനെയാണ് നമ്മൾ ബ്ലാങ്ക് ഓർ ജനറൽ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് മേക്സ് ദ ഇൻസ്ട്രുമെന്റ് എ ബെയറർ വൺ. ഹെൻസ് ദ ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി ഫർദർ ട്രാൻസ്ഫർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ബൈ മിയർ ഡെലിവറി. അടുത്തത് ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്. അതാണ് ശരിക്കും ഒരു എൻഡോഴ്സ്മെന്റ്. ഇവിടെയാണ് എൻഡോഴ്സറും എൻഡോഴ്സിയും ഉള്ളത്. അവിടെ ഒരു എൻഡോഴ്സർ, ഒരാൾ ഒപ്പിട്ട് കൊടുത്ത എൻഡോഴ്സർ. എൻഡോഴ്സി എന്ന് പറയുന്ന ഒരു വ്യക്തി ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റിൽ ഇല്ല. ഇന്നാളെ പേര് കൊടുത്താൽ മാത്രമല്ല അവിടെ ഒരു എൻഡോഴ്സി വരുന്നുള്ളൂ, അവിടെ എൻഡോഴ്സി ഇല്ല. പക്ഷെ ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്, പേര് ശ്രദ്ധിക്കുക, ഫുൾ എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ കേസിലാണെങ്കിൽ അവിടെ ഒരു എൻഡോഴ്സറും എൻഡോഴ്സിയും ഉണ്ടായിരിക്കും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ ഞാൻ ബിക്ക് കൊടുക്കുമ്പോൾ ബിയുടെ പേര് എഴുതിയിട്ടാണ് സൈൻ ചെയ്യുന്നത്, അവിടെ ഫുൾ ആയിട്ട് എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബി സിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മിയർ ഡെലിവറി പറ്റില്ല, അത് സിക്ക് എന്താണ് എൻഡോഴ്സ് ചെയ്ത് തന്നെ കൊടുക്കേണ്ടി വരും. The endorser not only signs his name on the back of the instrument but also specify the name of the person to whom the instrument is endorsed. It can be further transferred only by the endorsee name in the instrument. അതായത് എൻഡോഴ്സർ എന്താണ് സൈൻ ചെയ്യുമ്പോൾ എന്താണ് അവരുടെ പേരും ബാക്കിൽ സ്പെസിഫൈ ചെയ്യുന്നു. ഒപ്പിടുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ പേരും കൂടുതൽ ചേർക്കുന്നുണ്ട്. അതാണ് ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അടുത്ത ആളുടെ പേരും കൂടെ ചേർത്തിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അവിടെയും ഒരു എൻഡോഴ്സ്മെന്റ് നടക്കും, മിയർ ഡെലിവറി നടക്കുകയില്ല. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. പേ മിസ്റ്റർ വൈ ഓർഡർ. അതായത് എക്സ് എന്ന് പറയുന്ന വ്യക്തി വൈക്ക് കൊടുക്കാണ്. വൈക്ക് കൊടുക്കുമ്പോ എന്താണ് എഴുതേണ്ടത്? വൈ അല്ലെങ്കിൽ ഓർഡർ. ഓർഡർ എന്ന് വെച്ചാൽ വൈ ഓർഡർ ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും എൻഡോഴ്സ് ചെയ്യാം. മിസ്റ്റർ വൈ ഓൺലി എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ കണ്ടീഷനായി, അവിടെ വൈക്ക് മാത്രമാണ് അവിടെ നിർത്തിയത്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, മിസ്റ്റർ വൈ ഓർ ഓർഡർ, വൈക്കോ അല്ലെങ്കിൽ വൈ ഓർഡർ ചെയ്യുന്ന ആർക്കോ, അതായത് പിന്നെ എൻഡോഴ്സ് ചെയ്യാം, എത്ര വേണമെങ്കിലും എൻഡോഴ്സ് ചെയ്യാം. അതാണ് ഇതിന്റെ എക്സാമ്പിൾ. മിസ്റ്റർ വൈ ഓ ഓർഡർ എന്ന് പറഞ്ഞിട്ട് എന്താണ് എക്സ് സൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ എൻഡോഴ്സർ എന്ന് പറയുന്നത് എക്സും എൻഡോഴ്സി എന്ന് പറയുന്നത് വൈയുമാണ്. റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്. റെസ്ട്രിക്റ്റീവ് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലെ. അവിടെ റെസ്ട്രിക്ഷൻ വന്നത് കൊണ്ടാണ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ദ എൻഡോഴ്സർ റെസ്ട്രിക്ട്സ് ഓർ പ്രിവെന്റ്സ് ദ എൻഡോഴ്സി ഫ്രം ഡൂയിങ് ഫർദർ എൻഡോഴ്സ്മെന്റ്. Here, endorsee is the only person who can get the amount of the instrument. A restrictive endorsement is a conditional guarantee of a transfer of a negotiable instrument. അതായത് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കണം. എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് കൊടുക്കുമ്പോൾ പറയണ എന്താണ്? നിങ്ങൾ മാത്രം ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ, നിങ്ങൾ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്, ഇത് വേറൊരു എൻഡോഴ്സ്മെന്റ് നടത്താൻ പാടില്ല, നിങ്ങൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. വേറെ ഫർദർ എൻഡോഴ്സ്മെന്റ് ഒന്നും പറ്റില്ല. അത് അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഒരു ഗ്യാരണ്ടി ആയിട്ട് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ഒരു ഗ്യാരണ്ടി ആയിട്ട് ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് മാത്രമാണെന്നുള്ള ഒരു ഗ്യാരണ്ടി അവിടെ കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ, പേ മിസ്റ്റർ വൈ ഓൺലി. എക്സ് കൊടുക്കണം എന്തെന്ന് പറഞ്ഞ വൈ ഓൺലി എന്ന് പറഞ്ഞു. ഇവിടെയും എന്താണ് എൻഡോഴ്സി എന്ന് പറയുന്നത് വൈയും എൻഡോഴ്സർ എന്ന് പറയുന്നത് എക്സുമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, റെസ്ട്രിക്റ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓൺലി കണ്ട, ഇത് ശ്രദ്ധിച്ചാൽ മതി. വൈ ഓൺലി എന്ന് പറയുമ്പോൾ അതൊരു റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ആണ്.
കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ്. കണ്ടീഷണൽ അല്ലെങ്കിൽ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ് ശ്രദ്ധിക്കുക. കണ്ടീഷണൽ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് തന്നെയാണ് ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ്. ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റിന് ഉദാഹരണം ചോദിച്ചാൽ അത് കണ്ടീഷണൽ എൻഡോഴ്സ്മെന്റ് ആണ്, അല്ലെങ്കിൽ കണ്ടീഷണൽ എൻഡോഴ്സ്മെന്റിന്റെ ഉദാഹരണം വെച്ചാൽ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ് ആണ്. ഒരു കണ്ടീഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ക്വാളിഫൈഡ്. കണ്ടീഷൻ ഇല്ലെങ്കിൽ ക്വാളിഫൈഡ് അല്ല. ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കണം. ഇത്രയും പഠിച്ചിട്ടോ. The right of the endorsee to receive payment of the instrument depends upon the happening of a specified event. ഒരു ഈവന്റ് നടക്കണം, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് അത് നടത്താം എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട് അവിടെ. ആ ഒരു ഈവന്റ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം. എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരിക്കണം. The right of the endorsee to receive payment of the instrument depends upon the happening of specified event. എക്സാമ്പിൾ എന്ന് പറയുന്നത് pay to Y order if he passes his exam. Y or order, Yക്ക് അല്ലെങ്കിൽ അയാൾ ഓർഡർ ചെയ്യുന്ന ആള് എന്താണ്, അദ്ദേഹം. അയാൾ പാസ്സായാൽ, എക്സാം പാസ്സായാലും ബില്ല് നിങ്ങൾക്ക് എടുക്കാം. പാസ്സായാലും എടുക്കാൻ പറ്റില്ല, ഫെയിൽ ആയി എടുക്കാൻ പറ്റില്ല. അവിടെയാണ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ കണ്ടീഷണൽ എന്ന് പറയുന്നത്. പേ ടു വൈ, വൈക്ക് പേ ചെയ്യാം, അല്ലെങ്കിൽ വൈ പറയുന്ന ആൾക്ക് എപ്പോഴ് വൈ പാസ്സായാൽ മാത്രം. വൈ പാസ്സായാൽ മാത്രമേ ആ പൈസ എടുക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അത് ക്വാളിഫൈഡ് അല്ലെങ്കിൽ കണ്ടീഷണൽ എൻഡോഴ്സ്മെന്റ് ആയി മാറുന്നത്. ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ എന്താ പറയുന്നത്, അവിടെ ഒരു എൻഡോഴ്സർ ആളുടെ റൈറ്റുകളെ വേവ് ചെയ്യുന്നതാണ്, ആൾക്കുള്ള അവകാശങ്ങൾ വേവ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. അതിനെയാണ് നമ്മൾ ഫാക്കൽറ്റേറ്റീവ് എന്ന് പറയുന്നത്. വേവ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ അത് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് ആണ്. വേവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. എൻഡോഴ്സർ എന്താണ്, അദ്ദേഹത്തിന്റെ റൈറ്റുകൾ വേണ്ട എന്ന് വെക്കുന്നു. വേണ്ട എന്ന് വെക്കുന്നതിനെയാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ റൈറ്റുകൾ വേണ്ട എന്ന് വെച്ചാൽ അതാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. റൈറ്റുകൾ വേവ് ചെയ്താൽ അത് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. In facultative endorsement, some of the rights of the endorser are waived. In a facultative endorsement, the endorser may forfeit their liability for the negotiation. ആളുടേതായ റൈറ്റ്, ആളീ പറയുന്ന ഒരു റൈറ്റ് ഉണ്ട്, ആ റൈറ്റ് മാത്രമേ ആള് ചെയ്യുള്ളൂ, ബാക്കി എല്ലാത്തിൽ നിന്നും ആളെ ഒഴിവാക്കണമെന്ന് പറയും. അപ്പൊ എന്താണ്, പേ മിസ്റ്റർ എക്സ് ഓർഡർ നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ്. അതായത് എക്സിനോ അല്ലെങ്കിൽ എക്സ് പറഞ്ഞ ആൾക്കോ കൊടുക്കാൻ ഇയാൾ തയ്യാറാണ്. പക്ഷെ നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ്, അവിടെ ഡിസോണർ ആയിക്കഴിഞ്ഞാൽ അതിന്റെ നോട്ടീസ് ആ കാര്യങ്ങളൊന്നും ആൾ ചെയ്യില്ല, അതിൽ നിന്ന് ഒഴിവാക്കുക. അതായത് പെർട്ടിക്കുലർ റൈറ്റിൽ നിന്ന് ആളെ ഒഴിവാക്കുക, എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നില്ല, ആള് പറയുന്ന ആ റൈറ്റിൽ നിന്ന് ആളെ ഒഴിവാക്കി തരണം. അപ്പൊ എന്താണ്, ഡിസോണർ ആയി കഴിഞ്ഞാൽ നോട്ടീസ് ഒക്കെ എന്താണ്, എക്സിന് അയച്ചു കൊടുക്കണം. വൈ ആണ് ഇവിടെ എൻഡോഴ്സറും എക്സ് ആണ് എൻഡോഴ്സിങ്. എക്സിന് എന്താണ് നോട്ടീസ് ഒക്കെ അയക്കും, അങ്ങനത്തെ നോട്ടീസ് ഒന്നും അയക്കാൻ പറ്റില്ല, അതൊന്നും വേണ്ട. പൈസക്ക് ഞാൻ തരും, പക്ഷെ നോട്ടീസ് ഇങ്ങനെ അയക്കഴിഞ്ഞാൽ ഡിസോണർ ആയിട്ടുള്ള നോട്ടീസ് ഒന്നും എനിക്ക് അയച്ചത്, അതിൽ നിന്നൊക്കെ എന്നെ ഒഴിവാക്കണം. അതാണ് എക്സ് പറയുന്നത്. അതാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. ആ എന്തെങ്കിലും ആ ലയബിലിറ്റി നാളെ വേവ് ചെയ്ത് കൊടുക്കണം. അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതില്. ഇപ്പൊ ഇതില് പറയുന്ന നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ്, ആ ഡിസോണർ ആയിട്ടുള്ള നോട്ടീസിൽ നിന്ന് എന്നെ വേവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്തത് സാൻസ് റിക്കോഴ്സ് എൻഡോഴ്സ്മെന്റ് എന്നാണ്. സാൻസ് റിക്കോഴ്സ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പദങ്ങളുണ്ട്. ലിമിറ്റ്സ്, ലയബിലിറ്റി, എസ്കേപ്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് സാൻസ് റിക്കോഴ്സ് എൻഡോഴ്സ്മെന്റ് ആണ്. എൻഡോഴ്സ്മെന്റ് ഇൻ വിച്ച് ലിമിറ്റ്സ് ദ ലയബിലിറ്റി ഓഫ് ദ എൻഡോഴ്സർ. അത് അദ്ദേഹത്തിന്റെ ബാധ്യതകളെ ലിമിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു എൻഡോഴ്സ്മെന്റിൽ അദ്ദേഹത്തിന്റെ ബാധ്യതകളെ ലിമിറ്റ് ചെയ്തിരിക്കുന്നു. മറ്റൊരുന്നാണ് ഇന്ന കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ കാര്യം വേവ് ചെയ്യുന്നതാണ് എന്താ നമ്മൾ പറഞ്ഞത്, എന്ത് പറഞ്ഞത്, ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് പറഞ്ഞത്. സാൻസ് റിക്കോഴ്സ് പറയുന്നത് ആളുടെ ലയബിലിറ്റികളൊക്കെ ലിമിറ്റ് ചെയ്യണം. ആള് പറയുന്ന ലയബിലിറ്റികളിൽ നിന്ന് ആളെ ലിമിറ്റ് ചെയ്യണം. അപ്പൊ ലിമിറ്റ്സ് ദ ലയബിലിറ്റി എന്നൊക്കെ കണ്ടു കഴിഞ്ഞത് സാൻസ് റിക്കോഴ്സ് എൻഡോഴ്സ്മെന്റ് ആണ്. When an instrument is endorsed, the endorser undertakes to compensate the endorsee in the event of dishonor of the instrument. When an instrument is endorsed, the endorser undertakes to compensate the endorsee in the event of dishonor of the instrument. ഒരു ഇൻസ്ട്രുമെന്റ് എന്താ പറയുക ഡിസോണർ ആയി കഴിഞ്ഞാൽ ആ ഈവന്റില് അവളെ ലയബിലിറ്റി ആള് അണ്ടർടേക്ക് ചെയ്യില്ല, അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കില്ല. അത് ആള് അതിൽ ആ ലയബിലിറ്റിയിൽ നിന്ന് ലിമിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ but here the endorser escapes himself from such liability by writing the words sans recourse or without recourse to me. അതിൽ നിന്ന് ആളെ എസ്കേപ്പ് ചെയ്യാൻ, രക്ഷപ്പെടാൻ വേണ്ടി ആള് പറയുന്നത് സാൻസ് റിക്കോഴ്സോ അല്ലെങ്കിൽ വിത്തൗട്ട് റിക്കോഴ്സ് ടു മീന്നോ ഈ പദം അതിലുണ്ടായിരിക്കും. എന്താണ്, ആയ ഒരു
ഇത് എന്താ പറയാ എൻഡോഴ്സ്മെന്റിൽ ഈ രണ്ട് പദങ്ങൾ ഉണ്ടാവും. എന്താണ് സാൻസ് റിക്കോഴ്സ് അല്ലെങ്കിൽ വിത്തൗട്ട് റിക്കോഴ്സ് മീ ടു മീ എന്ന് പറയുന്ന പദം ഉണ്ടായിരിക്കും. ഈ പറയുന്ന ലിമിറ്റ്സ്, ലയബിലിറ്റി, എസ്കേപ്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എക്സാമ്പിൾ, പേ ടു എക്സ് ഓർഡർ സാൻസ് റിക്കോഴ്സ് നോ, പേ ടു എക്സ് ഓർ ഓർഡർ വിത്തൗട്ട് റിക്കോഴ്സ് ടു മീ നോ, അങ്ങനെ ഒരു പദം കണ്ടു കഴിഞ്ഞാൽ അതാണ് സാൻസ് റിക്കോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ് ആണ് എൻഡോഴ്സി, ഇവിടെ വൈ ആണ് എൻഡോഴ്സർ. സാൻസ് ഫ്രേസ്, അത് സാൻസ് ഫ്രേസ് എൻഡോഴ്സ്മെന്റ് എന്താണ്? സാൻസ് ഫ്രേസ് എന്ന് പറയുമ്പോൾ, ഫ്രേസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഫേസ് വാല്യൂ എന്ന് ഒഴിവാക്കണം. എന്താണ് ഫേസ് വാല്യൂനേക്കാളൊക്കെ, ഫേസ് വാല്യൂ മാത്രം കൊടുക്കുള്ളൂ, അതിനേക്കാൾ എത്ര രൂപ കൂടിയാലും കൊടുക്കില്ല. അതാണ് ഫ്രൈസ്. ഫ്രൈസ് ഫേസ് എന്ന് ഉദ്ദേശിച്ചാൽ അപ്പൊ ഫേസ് വാല്യൂ മാത്രമേ ഉള്ളൂ, വേറെ എന്ത് ചാർജ് വന്നാലും തരില്ല. ഇതിനിപ്പോ 50,000 രൂപയാണ് ഫേസ് വാല്യൂ, 50,000 രൂപ. ഇത് ഡിസോണർ ആവ് എന്തെങ്കിലും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ എന്തെങ്കിലും ചാർജ് വേണമെങ്കിൽ ആ ചാർജ് നമ്മൾ തരില്ല എന്ന് പറയുന്ന എൻഡോഴ്സ്മെന്റ് ആണ് സാൻസ് പ്രൈസ് എൻഡോഴ്സ്മെന്റ്. സാൻസ് പ്രൈസ് എൻഡോഴ്സ്മെന്റ് എന്താണ്? ദ എൻഡോഴ്സർ മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഹി ഡസ് നോട്ട് വാണ്ട് എനി അഡീഷണൽ എക്സ്പെൻസ് ടു ബി incurred on his account on the instrument by writing the word sand phrase, which means without expense. മറ്റുള്ള ചെലവുകളൊന്നും ഞാൻ തരില്ല എന്ന് പറയുന്നതാണ് സാൻഡ് ഫ്രൈസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ നോട്ടിംഗ് ചാർജ്, പ്രൊട്ടസ്റ്റ് ചാർജ്, അങ്ങനത്തെ കുറെ ചാർജുകളൊക്കെ വരില്ലേ, അങ്ങനത്തെ ചാർജുകളൊന്നും, അതായത് ഇപ്പൊ ബില്ല് ഡിസോണറായി എന്ത് ചെയ്യും, നമ്മൾ നോട്ട് റിപ്പബ്ലിക്കിനെ പോയി കാണും. ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ എന്താണ് ഡെക്ടറാണ് ഇതിന്റെ ചാർജുകൾ എടുക്കുക. പക്ഷെ ആദ്യം തന്നെ ആരെടുക്കേണ്ടി വരും? നമ്മൾ എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കേണ്ടത് ഞാൻ എടുക്കില്ല, എന്ന് ആള് ആദ്യം തന്നെ പറയണം. നിങ്ങൾ എടുത്തോളൂ, അത് കഴിഞ്ഞിട്ട് ഡെക്ടർ എന്ന് കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എൻഡോഴ്സ് ചെയ്യുന്നതാണ് സാൻഡ് ഫ്രൈസ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. പേ മിസ്റ്റർ എക്സ് ഓർ ഓർഡർ സാൻഡ് ഫ്രൈസ്. എക്സിനോട് പറയണം, വൈ ആണ് എൻഡോഴ്സർ പറയണ എക്സ് അല്ലെങ്കിൽ എക്സ് പറയുന്ന ആൾക്ക് സാൻഡ് ഫ്രൈസ് ആണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിപ്പോ ഞാൻ അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് എൻഡോഴ്സ് ചെയ്യുന്നതാണ് സാൻഡ് ഫ്രൈസ് എൻഡോഴ്സ്. അതായത് എക്സ്പെൻസുകളൊന്നും എടുക്കില്ല. അടുത്താണ് പാർഷ്യൽ എൻഡോഴ്സ്മെന്റ്. പാർഷ്യൽ എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിയമപ്രകാരം അങ്ങനെ എൻഡോഴ്സ്മെന്റ് ഇല്ല. എന്നാലും നമ്മൾ ആ പാർഷ്യൽ എൻഡോഴ്സ്മെന്റ് എന്താന്ന് പറയാ, ഒരു പാർട്ട് ചെയ്യാൻ, അതായത് ഇപ്പൊ ഒരു 50,000 രൂപ 1,00,000 രൂപയുടെ ഒരു ബില്ല് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഇത്ര പാർട്ട് മാത്രം എൻഡോഴ്സ് ചെയ്യുക എന്ന് പറയുന്നതാണ് പാർഷ്യൽ എൻഡോഴ്സ്മെന്റ്. ഓൺലി എ പാർട്ട് ഓഫ് ദി എമൗണ്ട് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഇസ് എൻഡോഴ്സ്ഡ്. ഒരു ഇൻസ്ട്രുമെന്റിലെ എമൗണ്ടിന്റെ ഒരു പാർട്ട് എൻഡോഴ്സ് ചെയ്യാം എന്ന് പറയുന്നതാണ് പാർഷ്യൽ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 56 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, പാർഷ്യൽ എൻഡോഴ്സ്മെന്റ് ഈസ് നോട്ട് വാലിഡ്. സെക്ഷൻ 50 NI ആക്ടിന്റെ സെക്ഷൻ 56 പ്രകാരം പാർഷ്യൽ എൻഡോഴ്സ്മെന്റിന് സാധുതയൊന്നുമില്ല, അത് വാലിഡ് അല്ല. Only a part of the amount of the instrument is endorsed. According to section 56 of the Negotiable Instrument Act, partial endorsement is not valid. അതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു 10,000 രൂപയാണ് എൻഡോഴ്സ് ചെയ്യുന്നതെങ്കിൽ അതിലുള്ളത്, ആ ബില്ലിലുള്ളതെങ്കിൽ അതിൽ 6,000 രൂപ ഞാൻ വൈനോട് എൻഡോഴ്സ് ചെയ്തോളാം പറഞ്ഞിട്ട് എക്സ് എഴുതി കൊടുക്കുകയാണെങ്കിൽ അതാണ് പാർഷ്യൽ എൻഡോഴ്സ്മെന്റ്. അത് നിലവിലില്ല. പെർപ്രോ എൻഡോഴ്സ്മെന്റ് എന്താണ്? നമുക്ക് ഇത്രയാണ് എൻഡോഴ്സ്മെന്റുകൾ പഠിക്കാനുള്ളത്. പെർപ്രോ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് വേണ്ടി വേറെ ആള് ഓതറൈസ് ചെയ്യണം. ഞാനാണ് എന്റെയാണ് ഒരു എന്താ പറയാ ഒരു ബില്ലെന്ന് വിചാരിക്കാം. ഞാൻ വലിയൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളാണ്. എനിക്ക് എന്താ പറയാ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ എന്റെ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് എപ്പോഴും എൻഡോഴ്സ് ചെയ്യാനും ഇത് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു ഓതറൈസ് ചെയ്യണം, ഒരാളെ പറഞ്ഞിട്ട് എക്സ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് വേണ്ടി എൻഡോഴ്സ് ചെയ്യും എന്ന് പറയുന്നതാണ് പെർപ്രോ എൻഡോഴ്സ്മെന്റ്. ഒരു ആൾക്ക് പകരം എൻഡോഴ്സ് ചെയ്യുന്നതിനെയാണ് പെർപ്രോ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് പെർപ്രോ എന്ന് പറയുന്നത്? ഒരു വ്യക്തിക്ക് പകരം വേറൊരു വ്യക്തി എൻഡോഴ്സ് ചെയ്യുന്നതിനാണ് പെർപ്രോ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. എൻഡോഴ്സ്മെന്റ് മെയ്ഡ് ബൈ ആൻ ഓതറൈസ്ഡ് പേഴ്സൺ, ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ഓൺ ബിഹാഫ് ഓഫ് അനദർ. അതായത് ഇപ്പൊ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്, അതിനാണെങ്കിൽ വൈ ആണ് ചെയ്യുന്നത്, എക്സിന് കൊടുക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് വേണ്ടിയിട്ട്. പേ മിസ്റ്റർ എക്സ് ഓർ ഓർഡർ പെർപ്രോ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ആരാണ് എൻഡോഴ്സർ? വൈനെയാണ് ഓതറൈസ് ചെയ്തിരിക്കുന്നത് പെർപ്രോ ആയിട്ട്, അതായത് റിലയൻസ് ഇൻഡസ്ട്രീസ് വൈനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതാണ് പെർപ്രോ എന്ന് പറയുന്നത്. ഇത്രയാണ് എൻഡോഴ്സ്മെന്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.